Praise the Lord. This is the blessed Sunday morning. We are here in the presence of God. I request all of your undivided attention in the presence of God for the coming few minutes. That means near about 40 minutes, I think so. And I'm going to preach from the Word of God. And I request Pastor Elijah, please come forward. And he is going to translate from English to Malayalam. So I request our children, please listen here. And this is the blessed Sunday morning. And we are here in his presence. So, yeah, praise the Lord. Today's our meditation title is Every Pain Has a Hidden Plan of God. ഇന്നത്തെ നമ്മുടെ വേദ ചിന്തയ്ക്കായി ഇന്നെടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളിലും ദൈവത്തിനൊരു പ്രത്യേകമായ രഹസ്യമായൊരു പദ്ധതിയുണ്ട്. Every pain has a hidden plan of God. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിക്കകത്തും ദൈവത്തിന് ഒരു രഹസ്യമായ പദ്ധതിയുണ്ട്. What we want to do in the presence of the Lord. What we want to do in the presence of the Lord. നാം ദൈവസന്നിധിയിൽ എന്താണ് ചെയ്യേണ്ടത്? Every time we need to discover what's God's hidden plan in my life. ഓരോ തവണയും ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന് എന്താണ് അതിനകത്തിലെ ആ പദ്ധതി എന്ന് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. We are the chosen one of God. നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണ്. We have different kinds of problems in our life. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വ്യത്യസ്തമായ നിലകളിലുള്ള പ്രതിസന്ധികളുണ്ട്. But every time we need to understand what is the hidden purpose of God in my pain. എന്നാൽ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധിക്കകത്തും വേദനയ്ക്കകത്തും ദൈവത്തിന് അതിനകത്തിലുള്ള പദ്ധതി എന്താണെന്ന് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. When we give gift to others, we try to wrap it beautifully, irrespective of its inner value. നാം എല്ലാവരും മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകുന്നവരാണ്. അതെല്ലാം നാം ഏറ്റവും മനോഹരമായ നിലകളിലാണ് നാം അതൊക്കെ കവർ ചെയ്ത് കൊടുക്കുന്നത്. When God gives to us, it's not necessary to wrap it beautifully, but its inside value would be awesome and tremendous. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകളോ അനുഗ്രഹങ്ങളോ നൽകി തരുമ്പോൾ അതിന് ബാഹ്യമായ വലിയ ബാഹ്യമായി കാണുവാൻ അതിന് വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റവും വിലയേറിയ നന്മയാണ് ഉണ്ടായിരിക്കുന്നത്. Every child of God has pain in his life. We need to discover God's hidden plan in our pain. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഈ പ്രതിസന്ധിക്കകത്തിലെ ഈ വേദനയ്ക്കകത്തിലെ ദൈവിക പദ്ധതി എന്താണ് നാം തിരിച്ചറിയണം. Today's meditation, let's turn our attention to 2 Kings chapter 5 verse 15. ഇന്നത്തെ തുടർന്നുള്ള ചിന്തയ്ക്കായി നമ്മുടെ ശ്രദ്ധയെ 2 രാജാക്കന്മാർ 5-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. One of you please read. The word I noticed here is that, behold, I know that there is no God in all the earth but in Israel. ഇവിടെ എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്ന ചിന്ത ഇതാണ്: ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. Here in chapter 5 verse 1 onwards is an explanation about Naaman, his leprosy and its healing. ഇവിടെ 5-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ നാം കാണുന്നത് നയമാൻ എന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ താൻ കടന്നുപോയ കുഷ്ഠരോഗത്തിന്റെ താൻ കടന്നുപോയ പ്രതിസന്ധിയുടെ ഒക്കെ അവസ്ഥയാണ് കാണുന്നത്. Here first of all, what Bible says about Naaman. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ തിരുവചനത്തിൽ എന്താണ് നയമാനെ കുറിച്ച് തിരുവചനം പറയുന്നു എന്നുള്ളത്. How Bible introduces Naaman. നയമാനെ എങ്ങനെയാണ് നമ്മുടെ മുൻപിൽ തിരുവചനം വരച്ചു കാട്ടിയിരിക്കുന്നത്. The first when we look to the 2 Kings chapter 5 verse 1, we can see that. 2 രാജാക്കന്മാർ 5-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. Naaman, the commander of the army of the king of Syria, was a great man with his master and in high favor, because by him the Lord had given victory to Syria. He was a mighty man of valor, but he was a leper. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം
നൽകിക്കൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. Naaman was the commander of the Syrian army. നയമാൻ അരാം സൈന്യത്തിലെ ഒരു സേനാധിപതിയായിരുന്നു. History says that the Aramean king was Ben-Hadad. ചരിത്രം പറയുന്നത് സ്തോത്രം ബെൻഹദദ് എന്ന രാജാവായിരുന്നു സ്തോത്രം അരാം ഭരിച്ചിരുന്നത്. He was a great and favorable man in the palace. ഈ നയമാൻ തന്റെ കൊട്ടാരത്തിലെ ഏറ്റവും ബഹുമാന്യനായ ഒരു മനുഷ്യനായിരുന്നു. History says that he killed the wicked king of Israel, Ahab. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ഭരിച്ചിരുന്ന ഏറ്റവും അധപ്പതിച്ച ഒരു ഭരണം നടത്തിയ രാജാവായിരുന്ന ആഹാബിനെ കൊന്നത് ഈ നയമാനാണെന്നാണ്. In his outward life he had everything. ഈ നയമാന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറമേ നോക്കിയാൽ എല്ലാം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. He had name, തനിക്ക് നല്ല പദവി ഉണ്ടായിരുന്നു. name, fame, victory, authority, great position and enough skills and the nearness of the king. നല്ല പേരും പ്രശസ്തിയും എല്ലാ ബഹുമതികളും ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഈ നയമാൻ. But in his personal life he was a failure. എന്നാൽ തന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ ഒരു പരാജയപ്പെട്ട In his വ്യക്തിയായിരുന്നു. personal life Naaman was a man of pain. തന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ വേദനകളാൽ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. Naaman was a mighty man of valor, but he was a leper. നയമാൻ ഒരു ധീരനായ യോദ്ധാവായിരുന്നുവെങ്കിൽ തന്നെയും താൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. If we ask Naaman, why this sickness to you? നയമാനോട് നമുക്ക് ചോദിക്കാം, നയമാനെ എന്തുകൊണ്ടാണ് നിനക്ക് ഈ കഷ്ടത? Naaman may answer to us, I don't know what is the plan behind this sickness. നയമാന് നമ്മളോട് പറയാനുള്ളത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഈ രോഗത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് എനിക്ക് അറിയത്തില്ല. If we ask somebody in the palace or the king why these things happen, why these sickness happened to Naaman, കൊട്ടാരത്തിലുള്ള വ്യക്തികളോടൊക്കെ ഈ നയമാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രോഗം ബാധിച്ചതെന്ന് നമുക്ക് ചോദിച്ചാൽ അവർക്ക് ആർക്കും അതിന്റെ ഉത്തരം നമ്മോട് പറയുവാൻ കഴിയത്തില്ല. nobody knows God's plan behind Naaman's leprosy. നയമാന്റെ ജീവിതത്തിലെ ഈ കുഷ്ഠരോഗത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ഒരു വ്യക്തിക്കും പറയാൻ കഴിയത്തില്ല. Naaman, if something happens in your life, there is a plan and purpose of God. നയമാനെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കഷ്ടത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പ്രത്യേകമായ പദ്ധതിയുണ്ട്. Sometimes our colleagues cannot answer to this question. ഒരുപക്ഷേ നമ്മുടെ കൂടെയുള്ളവർക്ക് ഈ നമ്മുടെ ജീവിതത്തിലെ ഈ കഷ്ടതയുടെ കാരണം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. We may have different kinds of sufferings and afflictions in our life. വ്യത്യസ്തമായ കഷ്ടതകളും പ്രയാസങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. As Brother Lalu said, it is very difficult to explain that. ആമേൻ. നമ്മുടെ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ കഷ്ടത എന്താണെന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. But there is a hidden plan of God in your pain. എന്നാൽ ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. Romans chapter 8 verse 28 says that for those who love God, all things work together for good for those who are called according to his purpose. റോമാലേഖനം 8-28 വാക്യത്തിൽ പറയുന്നത് പോലെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ആമേൻ സ്തോത്രം സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു എന്ന് അറിയുന്നു. So Naaman was the commander of the Syrian army. സ്തോത്രം. നയമാൻ ആമേൻ അരാം രാജ്യത്തിന്റെ ഒരു സേനാധിപതിയാണ്. He was a great and favorable man in the palace. താൻ മഹാനും മാന്യനുമാണ് രാജാവിന്റെ കൊട്ടാരത്തിൽ. He killed Israel's wicked king Ahab. ആമേൻ. താൻ ഇസ്രായേലിന്റെ ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവിനെ കൊന്ന വ്യക്തിയാണ്. But in his personal life Naaman was in pain. എന്നാൽ തന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ വളരെയധികം വേദനയിലൂടെ കടന്നു He was a leper. താൻ ഒരു കുഷ്ഠരോഗിയാണ്. Nobody knows God's plan behind Naaman's leprosy. അവൻ ആർക്കും അറിയത്തില്ല, തന്നെ അറിയുന്ന ആർക്കും അറിയത്തില്ല ഈ തന്റെ ജീവിതത്തിലെ ഈ രോഗത്തിന്റെ പിന്നിലെ കാരണം. Today I want to exhort my believers that you may not understand what is the plan of God in your sickness and pain, but one thing is sure, it is all for your good. ഇന്ന് പകൽ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ രോഗമോ ഈ ദുഃഖമോ ഈ പ്രതിസന്ധികളോ ഒന്നും ഇതിന്റെ കാരണം ഇന്ന് നിങ്ങൾക്കറിയത്തില്ല. എന്നാൽ സ്തോത്ര ദൈവത്തിന് ഇതിന്റെ എല്ലാം പിന്നിൽ വ്യക്തിപരമായ ഒരു ഉദ്ദേശമുണ്ട്. In 2 Kings chapter 5 verse 2 we can see Naaman and the captive girl. സ്തോത്രം. 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നയമാനെയും സ്തോത്രം അതുപോലെ ഒരു അടിമ പെൺകുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. When Naaman returned from Israel after his victory, he brought an Israelite captive girl with him. നയമാൻ
അമേൻ ഇസ്രായേലിൽ നിന്ന് ജയാളിയായിട്ട് മടങ്ങി വരുമ്പോൾ അമേൻ താൻ അവിടെ നിന്നൊരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ അടിമയാക്കി കൊണ്ടുപോരുന്നുണ്ട്. The historian Josephus writes that it was because of this little girl God struck Naaman with leprosy. ജോസിഫസ് എന്ന പ്രശസ്തനായ ചരിത്രകാരൻ അമേൻ തൻ്റെ രേഖകൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ഈ ചെറിയൊരു പെൺകുട്ടി നിമിത്തമാണ് അമേൻ സ്തോത്രം ഈ കുഷ്ഠരോഗത്താൽ ദൈവം തന്നെ ബാധിച്ചതെന്നാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. When Naaman was in his arms or in his uniform, he is well. താൻ തന്റെ അമേൻ സ്തോത്രം യൂണിഫോമിലാണെങ്കിൽ തനിക്ക് യാതൊരു കുഴപ്പമില്ല, താൻ പെർഫെക്റ്റ് ആണ്. When he taken off his coat or his arms, that time onwards he is in personal pain. എന്നാൽ തന്റെ അമേൻ സ്തോത്രം ആ ഒരു യൂണിഫോം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ താൻ ശരീരത്തിൽ വല്ലാതെ വേദനകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. Naaman was so cautious that nobody could see his leprosy. നാമാന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹമാണ് തന്റെ ഈ രോഗം മറ്റാരും അറിയരുതെന്നുള്ളത്. At least there are two reasons for that. അതിനൊരു രണ്ട് കാരണങ്ങളുണ്ട്. If others knew that Naaman was a leper, he would be excommunicated from the society. At the same time, he will be excommunicated from the job. താൻ സ്തോത്രം ഒരു കുഷ്ഠരോഗിയാണെന്ന് അന്നത്തെ സമൂഹത്തിൽ മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമൂഹം തന്റെ സമൂഹത്തിൽ നിന്ന് അമേൻ സ്തോത്രം ഭ്രഷ്ടരാക്കും, അല്ലെങ്കിൽ തന്റെ ജോലിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുവാനിടയായി തീരും. But one day this little captive girl realized that her master was a leper. എന്നാൽ ഒരു ദിവസം തന്റെ ഭവനത്തിൽ അടിമയായി കടന്നു വന്ന ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു തന്റെ യജമാനൻ ഒരു കുഷ്ഠരോഗിയാണെന്ന്. She went to the mistress and said, താൻ തന്റെ യജമാനത്തിയുടെ അരികിൽ പോയി പ്രകാരം പറഞ്ഞു. In verse 3 we can see that would that my Lord were with the prophet who is in Samaria, he would cure him of his leprosy. അവൾ തന്റെ യജമാനത്തിയോട് യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. Dear brothers, earlier we saw that Naaman was in pain. സ്തോത്രം, നമ്മൾ മുമ്പേ കണ്ടു നഹമാൻ വലിയ വേദനയിലാണ്. Now this little girl is also in pain. ആമേൻ. ഈ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ ഈ ചെറിയ പെൺകുട്ടിയും അതിന് സമാനമായ വേദനയിലൂടെ കടന്നു പോകുന്നു. Why this little girl was also in pain? എന്തുകൊണ്ടാണ് ഈ അടിമ പെൺകൊച്ചും ഇത്ര വേദനപ്പെടുവാൻ കാരണം? Because she is captive and away from his parents and her home. കാരണം അവള് അടിമയായിട്ട് മറ്റൊരു ദേശത്തേക്ക് തന്റെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ എല്ലാം വിട്ട് മറ്റൊരു ഭവനത്തിൽ കഴിയുകയാണ്. If we ask to this child or this captive girl, why this captivity happened to you? ആമേൻ. നമുക്ക് ഈ പെൺകുട്ടിയോടൊന്ന് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു ആമേൻ സ്തോത്രം പ്രവാസത്തിലേക്ക് ഈ ഒരു അടിമത്വത്തിലേക്ക് നീ കടന്നു വരുവാൻ കാരണം? Why this loneliness happened in your life? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ കാരണം? She will answer to us, I don't know why all these things happen to me. ആ അടിമ പെൺകുട്ടി നമ്മളോട് പറയും, എനിക്കറിയത്തില്ല എന്റെ ജീവിതത്തിൽ എന്താ ഇത്രമാത്രം ഒറ്റപ്പെടലും ഇത്രമാത്രം വേദനകളും എന്ന് എനിക്കറിയത്തില്ല. If we ask to her parents or colleagues, they may answer to us, we don't know what is the plan behind her pain or loneliness. അവിടെ കൂടുള്ളവരോട് അവിടെ മാതാപിതാക്കന്മാരോട് ചോദിച്ചാൽ അവർക്കും പറയാനുള്ളത് അവർക്കറിയത്തില്ല എന്തുകൊണ്ട് അവളുടെ ജീവിതത്തിൽ മാത്രം ഇത്രമാത്രം ഒറ്റപ്പെടലുകളും വേദനകളും എന്ന്. But dear brothers and sisters, even in her pain, God used her as the healing button for Naaman's leprosy. എന്നാൽ നാം മനസ്സിലാക്കണം, ഈ തന്റെ ഒറ്റപ്പെടലിന്റെ വേദനയ്ക്കകത്തും ദൈവം തന്നെ നഹമാന്റെ രോഗത്തിന്റെ വിടുതലിന്റെ ഒരു ടൂളാക്കി മാറ്റുവാനിടയായി തീർന്നു. You know, here this captive girl, God used her to guide Naaman's healing. ഈ അടിമയായി ഈ ഭവനത്തിൽ കഴിയുന്ന ഈ പെൺകുട്ടി നയമാനെ തന്റെ രോഗത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ആമേൻ സ്തോത്രം അവിടെ നിന്ന് പുറപ്പെടുവിക്കാൻ ഒരു കാരണമായി തീർന്നു. Naaman never thought that his healing was in his house. നയമാൻ ഒരിക്കലും ചിന്തിച്ചില്ല തന്റെ ഭവനത്തിൽ തന്നെ തനിക്കൊരു വിടുതലുണ്ടെന്ന്. God's healing is in reach of your hand, it is near to you. ആമേൻ. ദൈവത്തിന്റെ വിടുതലുകൾ നമ്മുടെ കയ്യെത്തി പിടിക്കുന്ന ദൂരത്തിൽ ഉണ്ടെന്ന് നാം മറന്നു പോകരുത്. There is no need to wander here and there. നാം അവിടെ ഇവിടെ ഓടി നടക്കണ്ട. There is no need to look here and there. നാം അവിടെ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. There is no need to look prophets and specialists. ഒരു പ്രവാചകന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. Dear brother and sister, healing is in front of you and it is nearer to you. നിങ്ങളുടെ വിടുതൽ സ്തോത്രം നിങ്ങൾക്ക് കൈയെത്തി പിടിക്കുന്ന ദൂരത്തിൽ ഇരിപ്പുണ്ട്. How many of you believe that? എത്ര പേര് വിശ്വസിക്കുന്നു? Hallelujah. 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 If you are the born again, നീ വീണ്ടും
വീണ്ടും ജീവിച്ച ഒരാളാണെങ്കിൽ, if you are the saved one, നീ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, if you are baptized one, നീ സ്നാനപ്പെട്ട if വ്യക്തിയാണെങ്കിൽ, you are the holy power of Holy Spirit with you, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവനാണെങ്കിൽ, then there is no need of Pastor Monsi. Then the real healing is at the reach of your hand. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയി നിങ്ങൾ കൈ നീട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിടുതലിനെ എത്തിപ്പിടിക്കുവാൻ കഴിയും. These days we are searching for some specialist in our life. ഇന്ന് പലപ്പോഴും നമ്മുടെ വിടുതലുകൾക്ക് വേണ്ടി നമ്മൾ ചില വ്യക്തികളെ തെരഞ്ഞു പോകാറുണ്ട്. When some lonely people, when some captive girls is in your house, that is enough for your healing. നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ഒറ്റപ്പെടലുകളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ തന്നെ നിങ്ങൾക്കുള്ള വിടുതലിന് കാരണമായ വ്യക്തികളുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. I hope that you believe your mother is enough for your healing. നിങ്ങളുടെ വിടുതലിന് നിങ്ങളുടെ അമ്മ മാത്രം മതിയായിരിക്കും. Your father is enough for you. കരയുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ വിടുതലിന് Your കാരണമായി child is enough for you. കരയുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വിടുതലിന് This കാരണമായി Tabor gospel assembly is enough for you. Your healing. ഈ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി വ്യാപരിക്കും. If you pray for somebody, then God will touch them and God will heal them. ആത്മാർത്ഥമായി നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വിടുതലായി തീരും. How many of you can say an amen to this word? എത്ര പേർക്ക് ഈ വചനത്തിന്റെ മുൻപിൽ ദൈവത്തിന് മഹത്വം The കരയറ്റാൻ presence കഴിയും? of God is here. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. Today God is going to touch some of you. അവൻ ഇന്ന് പകൽ ചില വ്യക്തികളെ ദൈവം തൊടാൻ God's പോകുകയാണ്. healing is in the reach of your hand. ദൈവത്തിന്റെ വിടുതലുകൾ നാം കരമെത്തി പിടിക്കുന്നിടത്തുണ്ട്. I know that the power of Holy Spirit is here. അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽ നമ്മുടെ It നടുവിലുണ്ട്. is going to touch you. ഇന്ന് നമ്മൾ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് Many സ്പർശിക്കാൻ people പോകുകയാണ്. don't know about your sickness. പലർക്കും നമ്മുടെ രോഗങ്ങളെ കുറിച്ച് അറിയത്തില്ല. Many people don't know about your leprosy. പലർക്കും നമ്മുടെ ആ കടന്നു പോകുന്ന മോശമായ അനുഭവത്തെ കുറിച്ച് Many അറിയത്തില്ല. people cannot understand your loneliness. പലർക്കും നമ്മുടെ ഈ ഒറ്റപ്പെടലിന്റെ വേദനയെ കുറിച്ച് But അറിയത്തില്ല. our Almighty God know what is the hidden plan in your life. എന്നാൽ നമ്മെ നന്നായിട്ട് അറിയുന്ന കർത്താവിന് അറിയാം എന്തുകൊണ്ടാണ് നീ കടന്നു പോകുന്ന വേദനകൾ എന്തിനാണ് നിനക്ക് തന്നിരിക്കുന്നതെന്ന്. Praise the Lord. ആമേൻ. Praise the Lord. Praise to Can you say Jesus. an amen to the Lord? Hallelujah. നിങ്ങളുടെ വേദനയുടെ നടുവിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ എത്ര പേരുണ്ട്? Hallelujah. എന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു ആമേൻ പറയാം. Praise to Jesus. Glory to the Lord. So first we notice Naaman. Noticed about Naaman. പ്രാരംഭത്തിൽ നമ്മൾ നയമാനെ കുറിച്ച് ചിന്തിച്ചു. Secondly, the captive girl and Naaman. അതിനുശേഷം നയമാനും ആ അടിമ പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. Thirdly, we are going to think about Naaman's attitude towards Israel and Prophet Elisha. മൂന്നാമതായി നയമാന്റെ ആമേൻ സ്തോത്രം ഇസ്രായേലിനോടും ആമേൻ സ്തോത്രം ഏലിശ പ്രവാചകനോടുമുള്ള മനോഭാവത്തെ കുറിച്ച് ചിന്തിക്കാൻ What's പോകുകയാണ്. Naaman's attitude towards Israel and Israel and Prophet Elisha? ആമേൻ ഈ നയമാന് എന്താണ് സ്തോത്രം ഇസ്രായേലിനോടും അല്ലെങ്കിൽ ദൈവത്തിന് യഹോവയുടെ പ്രവാചകനായ ഏലിശയോടുമുള്ളതിന്റെ ആറ്റിറ്റ്യൂഡ്? It is commonly believed that the arrow of this Naaman hit King Ahab, the Israelite kings, and he killed in the battlefield. He was killed in the battlefield. ചരിത്രം പറയുന്നത് സ്തോത്രം നയമാന്റെ അമ്പേറ്റാണ് സ്തോത്രം ആഹാബ് എന്ന ദുഷ്ടനായ രാജാവ് തന്റെ പടക്കളത്തിൽ വീണ് മരിക്കുവാനിടയായി തീർന്നത്. So in one sense, Naaman captured Israel and killed their king Ahab. It is in one sense, Naaman captured Israel and killed their king Ahab. ഒരു തരത്തിൽ പറഞ്ഞാൽ നയമാനാണ് സ്തോത്രം താൻ ഇസ്രായേലിന്റെ രാജാവിനെ കൊന്നുകളഞ്ഞത്. Now they were their captives. Now Israelites were their captives. ഇപ്പോൾ ഇസ്രായേൽ ജനം സ്തോത്രം അരാം രാജ്യത്തിന്റെ അടിമത്തത്തിലാണ്. And so the prophet Elisha is not important for this Naaman. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെ പ്രവാചകനായ എലിശ നയമാൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയല്ല. The Naaman killed the king Ahab.
നയമാൻ ഇസ്രായേലിന്റെ രാജാവിനെ കൊന്നു കളഞ്ഞു. Now Israelites were their captives. ഇസ്രായേൽ ആമേൻ സ്തോത്രം അരാം രാജ്യത്തിന്റെ പ്രവാസത്തിലാണ്. So the prophet Elisha is not important for him. അതുകൊണ്ട് തന്നെ ആമേൻ സ്തോത്രം ഈ എലീശ പ്രവാചകൻ നയമാനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാധാന്യത കൊടുക്കേണ്ട വ്യക്തിയല്ല. Naaman went to the Syrian king and exposed his leprosy to the king, and king was stunned. ഇവിടെ നയമാൻ സ്തോത്രം തന്റെ ഈ കുഷ്ഠരോഗത്തെ കുറിച്ച് തന്റെ രാജാവിനോട് ആമേൻ സ്തോത്രം അരാം രാജാവിനെ ധരിപ്പിക്കുകയാണ്. The king cannot leave Naaman. സ്തോത്രം ഈ രാജാവിന് തന്റെ ഈ അവസ്ഥ അറിഞ്ഞപ്പോൾ തന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. But he cannot accept him. എന്നാൽ തന്നെയൊട്ട് അംഗീകരിക്കാനും പറ്റാത്ത So the അവസ്ഥയിലാണ്. Syrian king was also in pain. അതുകൊണ്ട് തന്നെ ആമേൻ സ്തോത്രം ആരാം രാജ്യത്തിലെ രാജാവും വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു I പോകുകയാണ്. hope you all are with me. ആമേൻ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് So വിശ്വസിക്കുന്നു. firstly, Naaman was in pain. ആദ്യമേ നയമാൻ പ്രയാസത്തിലാണ് നമ്മൾ കണ്ടു. Then secondly, the little girl was in pain. രണ്ടാമത് ആ അടിമ പെൺകൊച്ചു വലിയ പ്രയാസത്തിലാണ് നമ്മൾ Now കണ്ടു. the Syrian king was also in pain. മൂന്നാമത് ഇപ്പതേ ഈ ആരാം രാജ്യത്തിന്റെ രാജാവും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. If we ask them what is the reason for this pain, നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ ആരാം രാജാവിനും ഈ ഒരു പ്രതിസന്ധി കടന്നു വന്നത്? dear brothers and sisters, nobody can answer this question, but there is a hidden plan of God in this pain. അവർക്കെല്ലാം പറയാനുള്ളത് അവർക്ക് ആർക്കും അറിയത്തില്ല ഇതിന്റെ പിന്നിലുള്ള ഈ പ്രയാസത്തിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവത്തിന് ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. Naaman took the recommendation letter from Syrian king and went to the Israel king and to the house of prophet Elisha. നയമാൻ ഒരു കത്തുമായിട്ട് ആമേൻ സ്തോത്രം അരാം രാജ്യത്ത് നിന്നും ഇസ്രായേൽ രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു പോവുകയാണ്. When I meditate from this word of God, I found certain things. ആമേൻ ഈ ഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ ചില പ്രകാശനങ്ങൾ എനിക്കുണ്ടാകുവാൻ ഇടയായി തീർന്നു. Dear brothers and sisters, when Naaman was in his house, it is his comfortable zone. നയമാൻ തന്റെ ഭവനത്തിലായിരുന്നപ്പോൾ സ്തോത്രം താൻ വളരെ ആമേൻ സ്തോത്രം കംഫർട്ട് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിലായിരുന്നു. He was so secured by his family. താൻ തന്റെ കുടുംബത്താൽ ആമേൻ സ്തോത്രം സംരക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. Protection is there. ആമേൻ തനിക്കൊരു സംരക്ഷണം ഉണ്ടായിരുന്നു. Comfort is there. തനിക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. Relatives were there. തനിക്ക് തന്റെ കുടുംബക്കാരെല്ലാം തന്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. These all things were there. ആമേൻ ഇതെല്ലാം തനിക്കുണ്ടായിരുന്നു. When God started his work, God asked him to move from there to the palace of Syrian king. എന്നാൽ ദൈവം തന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ തന്നെ തന്റെ ഭവനത്തിൽ നിന്നും ഇറക്കി ആമേൻ സ്തോത്രം തന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. This is not happened accidentally. ആമേൻ ഇത് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു You കാര്യമല്ല. and me are here in this land of Canada not by accident but by the plan and purpose of God. ഞാനും നിങ്ങളും ഇങ്ങനെ ഒരു ദേശത്തായിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു പ്രത്യേകമായ പദ്ധതിയുണ്ട്. The same way Naaman moved from his house to the palace of Syrian king. നയമാൻ തന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകേണ്ടതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. Then he took the recommendation letter from the Syrian king. അങ്ങനെ താൻ തന്റെ രാജാവിന്റെ കയ്യിൽ നിന്നും ഒരു കത്തെഴുതി മേടിക്കുകയാണ്. With that recommendation, he went to the Israelite king. ആ കത്തുമായിട്ട് താൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ കടന്നു From പോവുകയാണ്. there to the house of Elisha. അവിടെ നിന്ന് താൻ ഏലിശ പ്രവാചകന്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. When we look to these things, we can see that it's an order from up to down. താൻ ഈ ഓർഡർ നമുക്ക് നോക്കുമ്പോൾ താൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ക്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Firstly, he left his home. ആദ്യം താൻ തന്റെ ഭവനം ഉപേക്ഷിച്ചു. Secondly, he reached to the palace of the Syrian king. അതിനുശേഷം താൻ തന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. Thirdly, he reached to the king of Israel. താൻ തന്റെ കൊട്ടാരം വിട്ട് ആമേൻ സ്തോത്രം തന്റെ ശത്രു രാജ്യമായ ആമേൻ ഇസ്രായേലിന്റെ കൊട്ടാരത്തിലെത്തി. Then he reached in front of the house of prophet Elisha. അവിടെ നിന്ന് താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ഇസ്രായേലിന്റെ പ്രവാചകന്റെ ഭവനത്തിൽ കടന്നു He വന്നു. was on the top of his horse. He was on the top of his horse. താൻ തന്റെ ആമേൻ സ്തോത്രം കുതിരയുടെ With പുറത്തിരിക്കുകയാണ്. his subordinates or with his soldiers and servants, he stand there. തന്റെ പട്ടാളക്കാരുടെയും തന്റെ സേവകരുടെയും ഒക്കെ കൂടെ താൻ അവിടെ നിൽക്കുകയാണ്. What's his expectation? താൻ എന്താണ് ചിന്തിക്കുന്നത്? Naaman expected that prophet Elisha would come now. താൻ ചിന്തിക്കുന്നത് ഇപ്പം താൻ വന്നു എന്ന് അറിയുന്ന ഉടനെ തന്നെ പ്രവാചകൻ ഓടി വന്ന് തന്റെ മുമ്പിൽ നിൽക്കും. Out of his horse and call him master, bow down and salute him. താൻ ഓടി വന്ന് തന്റെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് യജമാനെ എന്ന് വിളിച്ച് തന്നെ നമസ്കരിക്കുമെന്നാണ് താൻ This ചിന്തിച്ചത്. was the great expectation in the mind of this Naaman. ഇത് നഹമാന്റെ ഹൃദയത്തിലെ വലിയൊരു പ്രതീക്ഷയായിരുന്നു. Praise the Lord. Praise the Lord. Praise the Hallelujah. Lord. Hallelujah. But what happened there? എന്നാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? Prophet Elisha sent his servant and told Naaman to dip
7 times in the river of Jordan. എന്നാൽ ഏലിശ തൻ്റെ ദാസനെ സ്തോത്രം നയമാന്റെ അരികിലേക്ക് വിട്ടിട്ട് പറയുകയാണ്, നീ 7 പ്രാവശ്യം പോയി യോർദാനിൽ മുങ്ങുക. Naaman's expectation was a salute and bow down from prophet Elisha. നയമാൻ പ്രതീക്ഷിച്ചത് ഈ ഏലിശ പ്രവാചകനിൽ നിന്നൊരു ആദരവാണ് താൻ പ്രതീക്ഷിച്ചത്. But what happened to him? എന്നാൽ ഇവിടെ എന്താ He സംഭവിച്ചിരിക്കുന്നത്? sent his servant to Elisha. എന്നാൽ പ്രവാചകൻ കടന്നു വരുന്നില്ല, അതിന് പകരം തന്റെ ഒരു ദാസനെ ഈ നയമാന്റെ മുമ്പിൽ His കൊണ്ടുവരികയാണ്. servant told him, 7 times you dip in that river of Jordan. അവൻ ഈ ദാസനാണ് നയമാനോട് പറയുന്നത്, നീ പോയി 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങാൻ. Naaman was so furious. അവൻ നയമാൻ വളരെയധികം പ്രയാസപ്പെട്ടു. When he heard this message, he was so furious അവൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് അതിശയം ഉണ്ടായി. and turned to return to Syria. അവൻ താൻ തിരിച്ച് തന്റെ രാജ്യത്തിലേക്ക് മടങ്ങി പോകുവാൻ But ആഗ്രഹിച്ചു. his servants asked, they stopped him there. തന്റെ കൂടെ വന്ന തന്റെ പടയാളികൾ തന്നെ നിർബന്ധിച്ച് അവിടെ നിർത്തി. Now Naaman was in physical pain as well as in mental pain. നയമാന് നേരത്തെ ശാരീരികമായിട്ട് വേദനകളും രോഗങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവൻ മാനസികമായും വളരെ When തകർന്നിരിക്കുകയാണ്. he thought about himself, he was in a deep humiliation. അവൻ തന്റെ ആ പദവിയെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ തനിക്ക് ലഭിച്ചത് വലിയൊരു നിന്ദയാണ്, അപമാനമാണ്. Praise the Lord. Pain outwardly pain and inwardly pain. അവൻ ശാരീരികമായി പുറമെയും അവൻ സ്തോത്രം മാനസികമായിട്ടും താനിപ്പോ വ്യത He അനുഭവിക്കുകയാണ്. asked his servants, താൻ തന്റെ കൂടെയുള്ളവരോട് താൻ why ചോദിക്കുകയാണ്, I want to dip in the filthy waters of river Jordan? എന്തുകൊണ്ടാണ് ഞാൻ ഈ യോർദാനിലെ അവൻ സ്തോത്രം ഈ കലക്ക വെള്ളത്തിൽ മുങ്ങണം? I have the river Abana and Purpur in Syria. അവൻ എബാനയും പാൽപ്പരും എന്ന അവൻ സ്തോത്രം നദികളൊക്കെ ഇതിനേക്കാളും മനോഹരമായത് സിറിയയിലുണ്ട് എനിക്ക്. Praise the Lord. The Bible says in the 7th dip river Jordan, Naaman was completely healed. തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത് 7ാമത്തെ പ്രാവശ്യം താൻ മുങ്ങി താൻ എഴുന്നേൽക്കുമ്പോൾ തന്റെ ശരീരം ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം പോലെ ആയി തീർന്നു. Praise the Lord. He was completely healed. താൻ പൂർണ്ണമായിട്ട് സൗഖ്യമായി. When Naaman went through the pain, he came down certain steps. സ്തോത്രം. നയമാൻ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ആ പ്രതിസന്ധികൾ ചില ചുവടുകൾ ചില സ്റ്റെപ്പുകൾ തന്നെ താഴോട്ട് ഇറക്കുവാനിടയായി തീർന്നു. How Naaman healed? അവൻ എങ്ങനെയാണ് നയമാൻ സൗഖ്യമായത്? From his house to the Syrian palace, അവൻ തന്റെ ഭവനത്തിൽ നിന്ന് താൻ അവൻ സ്തോത്രം അരാം കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. then to the king of Israel, അവിടെ നിന്ന് താൻ ഇസ്രായേൽ രാജാവിന്റെ then കൊട്ടാരത്തിൽ to വന്നു. Elisha's house, അവിടെ നിന്നും ഏലിശ പ്രവാചകന്റെ ഭവനത്തിൽ കടന്നു വന്നു. now in the river Jordan. ഇന്ന് ഇസ്രായേലിലെ അവൻ സ്തോത്രം യോർദാൻ നദിക്കകത്ത് താൻ മുങ്ങി Dear brothers and sisters, certain times we cannot understand what's the plan and purpose of God in our life. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ കടന്നു വരുന്ന അവൻ പ്രതിസന്ധികൾ വേദനകൾ അവൻ ചിലപ്പോൾ നമുക്ക് അതിന്റെ കാരണം മനസ്സിലാക്കാൻ പറ്റത്തില്ല. Through our pain, God want to use as a weapon for his great purpose. ഇതിനകത്ത് ദൈവത്തിന് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. If somebody comes down today, then God will heal you. അവൻ ജീവിതത്തിൽ നമ്മുടെ ഉന്നത ഭാവം ഒന്ന് മാറ്റി വെച്ച് നാം ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ വിടുതലുകൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത്. When we leave the personal security and the kingdom security and other nations security and the pride about our land, നാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംരക്ഷണ മേഖലകളിൽ നിന്നെല്ലാം നാം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ നമ്മുടെ അഹന്തയും നമ്മുടെ നികളഭാവവും എല്ലാം നാം മാറ്റിവെക്കുമ്പോൾ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള if somebody comes down today, then God will heal you. അവൻ ഇന്ന് ആര് സ്തോത്രം താഴേക്ക് ഇറങ്ങി വരുന്നോ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാനുണ്ട്. Are you ready for that? സ്തോത്രം. നിങ്ങൾ അതിന് തയ്യാറാണോ? Are you ready for that? നിങ്ങൾ അതിന് തയ്യാറാണോ? If you leave the comfort zone of your home, നമ്മുടെ എല്ലാ സുരക്ഷിത മേഖലകളും നാം വെടിയാൻ തയ്യാറാണോ? then comfort zone of your parents or the kingdom or the nation, then God will heal you. When you come down from your top to the bottom, then God will touch you and heal you. This is the time for that. നാം ആയിരിക്കുന്ന എല്ലാ ഉന്നത അമേൻ സ്തോത്രം ഭാവങ്ങളിൽ നിന്ന് നാം ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ദൈവം നമ്മെ വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. Then finally we can see that God unwrapped his gift. അവസാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന തന്റെ സമ്മാനത്തെ ദൈവം അഴിക്കുകയാണ്. Here we can see that from river Jordan, Naaman returned to the house of prophet Elisha and saluted him. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അമേൻ സ്തോത്രം അമേൻ നയമാൻ അമേൻ യോർദാനിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഏലിശ പ്രവാചകന്റെ ഭവനത്തിൽ വന്ന് ഏലിശയെ നമസ്കരിക്കുകയാണ്. Would you please read 5:15? 5-ാമത്തെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
Here we can see that from the river Jordan, Naaman returned to the house of prophet Elisha and saluted him. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യോർദാനിൽ നിന്ന് കടന്നു വന്ന നയമാൻ എലീശ പ്രവാചകന്റെ മുമ്പിൽ തന്നെ നമസ്കരിക്കുകയാണ്. As I said earlier, you know that earlier what is Naaman's expectation? These Elisha want to salute him. നോക്കണം, തന്റെ ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് എലീശ പ്രവാചകൻ തന്റെ മുമ്പിൽ കടന്നു വന്ന് തന്നെ നമസ്കരിക്കണമെന്നായിരുന്നു. Elisha want to bow down before him. അവൻ എലീശ തന്റെ മുമ്പിൽ കടന്നു വന്ന് കുമ്പിടണമെന്നായിരുന്നു തന്റെ ഹൃദയത്തിലെ ആഗ്രഹം. But dear children of God, what happened is that when God unwrapped his gift, during that time he bowed before this Elisha. എന്നാ നോക്കിക്കേ, ദൈവം തന്റെ ജീവിതത്തിൽ വെച്ചിരുന്ന ആമേൻ സ്തോത്രം അനുഗ്രഹത്തിന്റെ ആ ഒരു ഉറവയെ തുറന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് നയമാൻ തന്നെ കടന്നു വന്ന് ആമേൻ സ്തോത്രം പ്രവാചകന്റെ മുൻപിൽ മുട്ടുമടക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കാം. നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ മാനിക്കാത്ത, നിന്നെ തകർക്കാൻ നിൽക്കുന്ന ചിലതിന്റെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ തുറന്നു കഴിഞ്ഞാൽ ആർക്കും ആ മാന്യതയെ തടയാൻ കഴിയത്തില്ല. എന്റെ ദൈവത്തിന്റെ വഴി നിനക്കായി തുറക്കാനിടയാകും. Praise the Lord. നിനക്ക് വേണ്ടി ദൈവം ഒരു സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു വിടുതൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ഒരുത്തനും കഴിയത്തില്ല. ദൈവമാണ് ചില പദ്ധതികൾ നമുക്കായി തുറക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. So finally God unwrapped his gift. അവസാനമായിട്ട് ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആ സമ്മാനത്തിന്റെ പൊതി അഴിക്കുകയാണ്. From the river Jordan, Naaman returned to the house of prophet Elisha and saluted him. യോർദാനിൽ നിന്ന് മടങ്ങി വന്ന ആമേൻ നയമാൻ സ്തോത്രം പ്രവാചകനായ എലീശയുടെ മുൻപിൽ വന്ന് മുട്ടുമടക്കുകയാണ്. Then Naaman said, നയമാൻ അതിനുശേഷം പറഞ്ഞു, Behold, I know that there is no God in all the earth but in Israel. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. Praise the Lord. Praise to Jesus. Praise the Lord. Hallelujah. This is the valuable inner gift that was provided for Naaman in his sickness. തന്റെ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം എന്നുള്ളത് ആമേൻ സ്തോത്രം ഇതായിരുന്നു. He realized the valuable gift of God. ആമേൻ സ്തോത്രം താൻ തന്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ വിലയേറിയ സമ്മാനം എന്താണെന്ന് തിരിച്ചറിയുകയാണ്. ദൈവങ്ങളോട് ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചിട്ടായിരുന്നു ബാക്കി ഭാഗത്തോട്ട് കയറിക്കോട്ടെ. ഈ നാമാന്റെ ജീവിതത്തിലെ വിലയേറിയ ഗിഫ്റ്റ് എന്തായിരുന്നെന്ന് പറയാമോ? എന്തിൻ്റെ അകത്താ പൊതിഞ്ഞിരുന്നത്? Wrapped in what? Sickness. രോഗത്തിന്റെ അകത്താ പൊതിഞ്ഞിരുന്നത് അല്ലേ? ലെപ്രസിക്കകത്ത, കുഷ്ഠരോഗത്തിന്റെ അകത്താ ഇത് പൊതിഞ്ഞിരുന്നത്. അതിന്റെ പിന്നിലെ വാല്യുബിൾ ഗിഫ്റ്റ് എന്തായിരുന്നെന്ന് അറിയാമോ? നാമാന് ലഭിച്ച വാല്യുബിൾ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ഹലോ, വാല്യുബിൾ ഗിഫ്റ്റ് ഏതായിരുന്നു? ആരൊക്കെ പറയുന്നു? വാല്യുബിൾ ഗിഫ്റ്റ് എന്തുവാ? നാമാൻ ലഭിച്ച മൂല്യമുള്ള ഗിഫ്റ്റ് എന്തുവായിരുന്നു? രോഗസൗഖ്യമല്ലേ? Is it the healing? Hello, what is the valuable gift? ഏതായിരുന്നു? ഇസ്രായേലിന്റെ ദൈവത്തെ കാണാൻ കഴിഞ്ഞതാ. ഇന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ധരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ചില രോഗസൗഖ്യങ്ങളോ, നമ്മുടെ ചില പ്രത്യേക വിഷയങ്ങളോ, നമ്മൾ കാനഡായി വരെ വന്നതോ ഒക്കെയാണ് ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാനമെന്നാണ് കരുതുന്നത്. എന്നാൽ ഒരു കാര്യം പറയാം, ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ദാനമെന്ന് പറയും. ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്നറിയാമോ? ഈ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം ദൈവം തന്നു. നിങ്ങൾക്ക് ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ വാ തുറന്നൊരു ആമേൻ പറഞ്ഞു. ഈ ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചവർ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാട്ട്. സന്തോഷമുള്ളവർ ചേർന്ന് ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ട്. ഈ ദൈവം തന്ന രോഗസൗഖ്യത്തെക്കാൾ, ജോലിയേക്കാൾ, ഈ ദേശത്ത് കൊണ്ടുവന്നതിനേക്കാൾ ഒക്കെ ഏറ്റവും വലിയത് ഈ ദൈവത്തെ രുചിച്ചറിയാൻ ദൈവം ഭാഗ്യം തന്നു. Praise the Lord. So Naaman said, Behold, I know that there is no God in all the earth but in Israel. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് നയമാൻ പറഞ്ഞു. This is the valuable inner gift that was provided for Naaman in his sickness. ഇതാണ് ദൈവം തന്റെ ജീവിതത്തിൽ തന്റെ ഈ രോഗത്താൽ പൊതിഞ്ഞ ആമേൻ സ്തോത്രം ഈ ഒരു അവസ്ഥയിൽ ദൈവം അതിനകത്ത് ഒരുക്കി വെച്ചിരുന്ന സമ്മാനം. Realizing and accepting God is the gift wrapped in his pain. ആമേൻ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് തന്റെ ജീവിതത്തിലെ ദൈവം ഒരുക്കിയ ഏറ്റവും വലിയ സമ്മാനം. Here we can see the sickness.
ഇവിടെ നമുക്ക് തന്റെ രോഗത്തെ കാണാം. Loneliness. We can see the captive girl's loneliness. ആമേൻ. ഇവിടെ അടിമ പെൺകൊച്ചിന്റെ ഒറ്റപ്പെടലിനെ നമുക്ക് കാണാം. The desperation of the Syrian king. ആമേൻ. ഇസ്രായേൽ ആമേൻ സിറിയൻ രാജാവിന്റെ പ്രതിസന്ധിയെ നമുക്ക് The കാണാം. problems of decision making. ആമേൻ. തനിക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് The കാണാം. mental crisis. തന്റെ മാനസിക അവസ്ഥകളെ നമുക്ക് ഇവിടെ കാണാം. But amidst of all these problems, God allowed them to realize the living God. എന്നാൽ അതിന്റെ എല്ലാം നടുവിലും സ്തോത്രം ദൈവം ആരെന്ന് തിരിച്ചറിയുവാൻ അവിടുന്ന് കാരണമാക്കി തീർത്തു. Immediately Elisha offered gifts to Elisha. Naaman offered gifts to Elisha, but God told him not to accept those gifts. ഉടനെ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് സ്തോത്രം ഈ രോഗസൗഖ്യം ലഭിച്ച നയമാൻ അവൻ പ്രവാചകന് ചില സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. എന്നാൽ അത് മേടിക്കരുതെന്ന് അവൻ ദൈവം പ്രവാചകനോട് പറയുവാൻ There Elisha was also in pain. ഏലിശയും ഇവിടെ വലിയ പ്രയാസത്തിലായി. Hello. സ്തോത്രം. Praise the Lord. Praise to Jesus. ചോദിച്ചോട്ടെ, രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താ കൊടുക്കണം? സ്വോത്രാഴ്ച. സ്തോത്രം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? സ്വോത്രാഴ്ച കൊടുക്കണം. ആ സ്വോത്രാഴ്ച വാങ്ങിക്കാൻ ആര് നിൽക്കുക? ഏലിശ നിൽക്കുക. എന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? സ്വോത്രാഴ്ച വാങ്ങിക്കരുതെന്ന്. സ്വോത്രം. ഞങ്ങളൊക്കെ അന്ന് ചാടി വീണ് വാങ്ങിച്ചേനെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ചിലരുടെ നിന്ന് വാങ്ങിക്കരുതെന്ന് നമ്പുരാൻ പറയും. അതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ ഭാഗം വരുമ്പോൾ പലരും അങ്ങ് മറന്നു പോകും. ദൈവദാസന്മാർ നിങ്ങളല്ല, ചിലരിതിൻ്റെ വാങ്ങിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ, മലയാളം മതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. There is a hidden plan behind in your pain. Praise the Lord. Naaman offered gifts to Elisha, but God told him not to accept those gifts. There Elisha was also in pain. നയമാൻ തനിക്ക് സമ്മാനിച്ച ആ സമ്മാനങ്ങളൊന്നും മേടിക്കരുതെന്ന് ദൈവം അവൻ ഏലിശ പ്രവാചകനോട് പറഞ്ഞു. In again verse 17, God unwrapped another gift there. ഈ 17ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവം മറ്റൊരു സമ്മാനത്തിന്റെ പൊതിയഴിക്ക് നമുക്ക് കാണാൻ കഴിയും. Praise the Lord. Please 17 verse 17. 17ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. Again God unwrapped another gift in verse 17. 17ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം മറ്റൊരു സമ്മാനത്തിന്റെ പൊതിയഴിക്ക് നമുക്ക് കാണാം. Then Naaman said, നയമാൻ ഇവിടെ പറയുകയാണ്, if not, please let there be given to your servant 2 mules load of earth, for from now on your servant will not offer burnt offering or sacrifice to any god but the Lord. എന്നാൽ 2 കോവർ കഴുത ചുവട് മണ്ണ് അടിയന് തരുവിക്കണമേ. അടിയനിനി യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കയില്ല എന്ന് Dear brothers and sisters, earlier once Naaman ridiculed the king of Israel. അവൻ ഇതിനു മുൻപായിട്ട് സ്തോത്രം നയമാൻ അവൻ ഇസ്രായേലിന്റെ രാജാവിനെ നിന്ദിച്ചത് നമുക്കറിയാം. Then he ridiculed prophet Elisha. അവൻ അതിനുശേഷം അവൻ ഇസ്രായേലിന്റെ പ്രവാചകനെ നിന്ദിക്കും നമുക്ക് കാണാം. Again river Jordan. അതിനുശേഷം അവൻ യോർദാൻ നദിയെ നിന്ദിക്കും നമുക്ക് കാണാം. When God unwrapped his gift, he requested earth or mud from Israel. എന്നാൽ ദൈവം തന്റെ ജീവിതത്തിൽ കൊടുത്ത നന്മ അഴിച്ചു കൊടുത്തപ്പോൾ അവൻ സ്തോത്രം ഇവിടെ തനിക്ക് അവിടെ താൻ പറയുകയാണ്, എനിക്ക് 2 കൊട്ട മണ്ണ് ആവശ്യമാണ്. Let's ask Naaman, why do you need this earth from Israel? നയമാനോട് നമുക്ക് ചോദിക്കാം, എന്തിനാ നയമാനെ നിനക്ക് ഈ ഇസ്രായേലിൽ നിന്ന് 2 കൊട്ട മണ്ണ്? He will say, താൻ ഇപ്രകാരം പറയും, I have enough earth in Syria, but all belong to other gods of Syria. എനിക്ക് എൻ്റെ രാജ്യത്തിൽ ഒരുപാട് ഭൂമിയുണ്ട്, എന്നാൽ സ്തോത്രം അതെല്ലാം ആ രാജ്യത്തെ ദേവന്മാരുടെ സ്വാധീനത്തിൽപ്പെട്ടതാണ്. I need the earth from Israel to build an altar for the real God in the country of Syria. എനിക്ക് ഇസ്രായേലിൽ നിന്ന് 2 കൊട്ട മണ്ണ് എന്തിനാണെന്ന് വെച്ചാൽ അത് എനിക്ക് എൻ്റെ രാജ്യത്ത് കൊണ്ടുപോയി ജീവനുള്ള ദൈവത്തിന് ഒരു യാഗപീഠം പണിയാനാണ്. This is the
hidden plan of God in your pain. ആമേൻ. ഇത് ദൈവത്തിന് നിങ്ങളുടെ വേദനകളിൽ ആമേൻ ദൈവത്തിന് നിങ്ങൾക്ക് നൽകി തരുവാനുള്ള When സമ്മാനമാണ്. God unwrapped this gift, there we can see that God changed not only the body of this Naaman, but the inner heart of Naaman. ആമേൻ. ഇവിടെ നയമാന്റെ രോഗത്തെ ദൈവം മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ രോഗം മാത്രമല്ല ഇവിടെ സൗഖ്യമാകുന്നത് തന്റെ ഹൃദയത്തിലൂടെ ഒരു രൂപാന്തരം വരികയാണ്. Here Naaman said that I came as a leper from Syria, but now I am going back not as a leper, but as a real worshipper of God to transform Syria to the real God. ഇവിടെ നയമാൻ പറയുകയാണ്, ഞാൻ സിറിയയിൽ നിന്ന് കടന്നു വന്നത് ഒരു കുഷ്ഠരോഗിയായിട്ട്, എന്നാൽ ഞാൻ മടങ്ങി പോകുന്ന ഒരു കുഷ്ഠരോഗിയായിട്ടല്ല, രോഗം മാറി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മടങ്ങി പോകുന്നത്. Earlier we asked the question to this captive Israelite girl. Earlier we asked the question to the Israelite girl, why you are in loneliness? ആമേൻ. നാം മുമ്പ് ആമേൻ ആ അടിമ പെൺകുട്ടിയോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു ഒറ്റപ്പെടലിലേക്ക് കടന്നു വന്നതെന്ന്. Praise the Lord. God unwrapped his gift. She became a worshipper. സ്തോത്രം. ദൈവം ആ സമ്മാനത്തിന്റെ പൊതി അഴിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അമേൻ സ്തോത്രം, ഈ അടിമ പെൺകുട്ടി അമേൻ ആരാലും അമേൻ ഉപേക്ഷിക്കപ്പെട്ടവള് ഇന്ന് മറ്റു പലരാലും ആരാധിക്കുന്ന, മറ്റു പലരാലും ബഹുമാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായി. God's hidden plan in this little captive girl in her pain is to change her as a worshipper. അമേൻ. ദൈവം തന്റെ ജീവിതത്തിൽ കൊടുത്ത ഈ ഒറ്റപ്പെടലിന്റെ വേദന സ്തോത്രം, അതിന്റെ പിന്നിലെ ഒരു കാരണം അവൻ പിന്നത്തേതിൽ അവൾ അവൻ മഹത്വത്തിലേക്ക് അല്ലെങ്കിൽ അവൻ മറ്റുള്ളവർ അവളെ ബഹുമാനിക്കുന്നതിലേക്ക് ദൈവം അവളെ നടത്തുവാൻ കാരണമായി. Secondly, we asked the question to the Syrian king, why your commander Naaman was sick. രണ്ടാമത് നമ്മള് അമേൻ സിറിയൻ രാജാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്റെ അമേൻ സ്തോത്രം ഈ കമാൻഡർ അമേൻ കുഷ്ഠരോഗിയായി തീർന്നത്. Praise the Lord. The Amen. Syrian king really realized the true God. സ്തോത്രം. എന്നാൽ ഈ സിറിയൻ രാജാവ് യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനിടയായി. Then God said to the king of Israel, I want to unveil myself to the heathen kingdom. സ്തോത്രം. ഇസ്രായേൽ രാജാവിനോട് ദൈവത്തിന് പറയാനുള്ളത്, നീ കടന്നുപോയ പ്രതിസന്ധി അവൻ സ്തോത്രം ഇസ്രായേലിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ജാതികൾ തിരിച്ചറിയാനുള്ള വേദനയായിരുന്നു. God said to prophet Elisha, through you all Syria realized the living God. അമേൻ അമേൻ. ഏലിശ പ്രവാചകനോട് ചോദിച്ചാൽ അമേൻ സ്തോത്രം പറയാനുള്ളത്, നീ കടന്നുപോയ ഈ വേദന, ഈ പ്രതിസന്ധി സ്തോത്രം നീ മുഖാന്തരം ജീവനുള്ള ദൈവത്തെ അമേൻ അരാം രാജ്യം തിരിച്ചറിയുവാനാണ്. Through the pain of Naaman, Syria should know the real God. അമേൻ. നയമാന്റെ ജീവിതത്തിലെ ഈ കഷ്ടത കൊണ്ട് സിറിയ മുഴുവൻ ജീവനുള്ള ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാനിടയായി. The hidden plan of God in the life of Naaman is that all Syria should know the real God. നയമാന്റെ ഹൃദയ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഈ വേദനയുടെ പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് അമേൻ നയമാൻ മുഖാന്തരം അമേൻ ആരാം രാജ്യം മുഴുവൻ ജീവനുള്ള ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാനായിരുന്നു. He was an army chief earlier. സ്തോത്രം. താൻ അമേൻ സ്തോത്രം തന്റെ രാജ്യത്തിന്റെ ഒരു അമേൻ ഒരു കമാൻഡർ ആയിരുന്നു ഇതിനു മുൻപ്. Now God changed him as the leader of the Lord in the land of Syria. ആ ഒരു അമേൻ സൈന്യത്തിന്റെ സൈന്യാധിപതി എന്നുള്ള ആ ഒരു സ്ഥാനത്തിൽ നിന്ന് അമേൻ സ്തോത്ര ജീവനുള്ള ദൈവത്തിന്റെ ഒരു വക്താവായി ദൈവം തന്നെ മാറ്റുവാനിടയായി തീർന്നു. Dear church, I want to exhort you few things. സ്തോത്രം. ദൈവജനമേ, എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുള്ളത്. The first thing is that certain things you cannot understand what is the answer. സ്തോത്രം. ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് മനസ്സിലാകത്തില്ല. In your sickness you cannot understand what is behind this plan. ഇന്ന് കടന്നു പോകുന്ന ഈ രോഗത്തിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് നമുക്കിപ്പോൾ അറിയില്ല. When you face loneliness in your life, you cannot explain what is the plan behind that. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടലിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാകത്തില്ല. You may have certain kinds of family crisis in your life. ഇന്ന് കടന്നു പോകുന്ന കുടുംബ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ അറിയത്തില്ല. You may have some relationship problems in your life. ആമേൻ. നമ്മുടെ ബന്ധങ്ങളിലുള്ള പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് അറിയത്തില്ല. Why all these things happen to me? When you ask to the Lord these type of questions, എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ today ദൈവത്തിന് God want to answer to you is that there is every pain, there is a plan of God, there is a hidden plan of God. ഈ ചോദ്യത്തിന് ദൈവത്തിന് നമ്മോട് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ ദൈവം അനുവദിക്കുന്ന വേദനകളുടെ എല്ലാം പിൻപിൽ ദൈവത്തിന് ഒരു പ്രത്യേകമായ
പ്ലാനും പദ്ധതിയുമുണ്ട്. Today, if you are believing God is going to unwrap your pain, can you trust in this God? സ്തോത്രം. ദൈവം ഇന്ന് നമ്മുടെ ഈ കടന്നു പോകുന്ന വേദന ദൈവം അത് മാറ്റുവാൻ നാം തയ്യാറാണെന്ന് നാം വിശ്വസിക്കുന്നു. Today, God is going to unwrap your pain. ഇന്ന് നമ്മുടെ വേദനകളെ ദൈവം അഴിക്കുകയാണ്. Outwardly, you have different kinds of problems in your life. പുറമെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു But the പോകുന്നവരായിരിക്കാം. gift is inside of your wrap. എന്നാൽ ഈ കഷ്ടതയ്ക്കകത്ത് ദൈവത്തിന് നമുക്ക് തരാൻ ചില നന്മകളുണ്ട്. Can you stand when you don't understand certain things? ആമേൻ. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമുക്ക് കഴിയും. How many of you can say that my pain will serve a purpose? സ്തോത്രം. എൻ്റെ ഈ കഷ്ടത അത് ചില ഉദ്ദേശത്തിന് വേണ്ടിയാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? Every child of God has a pain in his life. ദൈവ മക്കളുടെ എല്ലാം ജീവിതത്തിൽ പ്രത്യേകമായ വേദനകളുണ്ട്. We need to discover God's hidden plan in our pain. എന്നാൽ ആ വേദനയ്ക്കകത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നാം തിരിച്ചറിയണം. How many of you can say, I shall a purpose in my pain? I saw that purpose in my pain. സ്തോത്രം. ഈ വേദനയ്ക്കകത്തിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് എത്ര പേർക്ക് ആമേൻ ഉറപ്പോടെ പറയാൻ കഴിയും? I am going to conclude my words within few minutes. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. Hallelujah. Can you realize the plan of God in your life? സ്തോത്രം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പദ്ധതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. Can you discover the hidden the hidden plan of God in your life? മറ്റാർക്കും അറിയാത്ത ഈ ഒരു വേദനയുടെ പിന്നിലെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Why you are here in this land? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദേശത്തായിരിക്കുന്നത്? You may have different questions in your mind. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത്. Lord, why this sickness to me? ആമേൻ. എന്തുകൊണ്ടാണ് കർത്താവേ ഈ ഒരു രോഗം എനിക്കെന്ന് നമുക്ക് ചോദിക്കാം. Today God's answer is that എന്താ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. there is a hidden plan of God in your sickness. ഇതിന്റെ പിന്നിൽ ദൈവത്തിന് രഹസ്യമായ ഒരു പദ്ധതിയുണ്ട്. There is a hidden plan of God in my sickness. ദൈവത്തിന് രഹസ്യമായ ഒരു ഉദ്ദേശമുണ്ട് ഇതിന്റെ പിന്നിൽ. Why this financial crisis in your life? ആമേൻ. ഈ സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ കാരണം എന്താണ് നമ്മൾ ചോദിക്കുമ്പോൾ there is a plan of God behind your financial crisis. ഈ ഞെരുക്കത്തിന്റെ പിന്നിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. Hallelujah. 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 Can you close your eyes? നിങ്ങളുടെ കണ്ണുകളെ Can ദൈവസന്നിധിയിൽ you close your eyes? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Could you please stand in your places? ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് Could you എഴുന്നേൽക്കാം. please stand in your places? ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Your God is a living God. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. Our God is a living God. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. Today I believe that God is going to unwrap certain things for you. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ചില കെട്ടുകളെ ദൈവം അഴിക്കാൻ പോകുകയാണ്. You are going to heal today. ആമേൻ. ഇന്ന് നാം സൗഖ്യം പ്രാപിക്കാൻ You are going to heal today. ഇന്ന് നാം വിടുതൽ പ്രാപിക്കാൻ God പോകുകയാണ്. alone know your sickness. ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത God is അറിയൂ. going to touch you, brother and sister. ആമേൻ. സഹോദരി സഹോദരന്മാരെ ദൈവം നിങ്ങളെ ഇന്ന് സ്പർശിക്കുകയാണ്. When you are coming down certain steps, then God is going to heal you. ആമേൻ. ചില ചുവടുകൾ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നാം തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ സ്പർശിക്കുകയാണ്. Are you ready to leave your secure zone ആമേൻ. today? നമ്മുടെ ചില ആമേൻ സഹോദര സുരക്ഷിത മേഖലകളെ വെടിഞ്ഞ് നാം താഴേക്ക് ഇറങ്ങാൻ Will you please close your eyes for a moment? നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് പകൽക്കാലം യേശു നിനക്ക് വേണ്ടി ജീവിക്കുകയാണ്. Amen. Jesus Christ is living for you. യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. Jesus Christ is living for you. യേശു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. Are you ready to leave the comfort place in your life? നിങ്ങളുടെ എല്ലാ സുരക്ഷിത മേഖലകളും വെടിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് താണു വരുവാൻ നാം തയ്യാറാണോ? Are you leave from the Syrian palace? നമ്മുടെ എല്ലാ ഉന്നത മേഖലകളും വെടിയാൻ നാം Are തയ്യാറാണോ? you ready to leave from the king of Israel? ആമേൻ. ഇസ്രായേലിന്റെ കൊട്ടാരത്തിൽ നിന്ന് നീ താഴേക്ക് ഇറങ്ങുവാൻ തയ്യാറാണോ? Today God, you may think that why I am in this church, ആമേൻ. ഈ ചർച്ചിനകത്ത് എന്തുകൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്? why I am in these filthy waters, ആമേൻ. ഈ കലക്ക വെള്ളത്തിൽ എന്തിനാണ് ഞാൻ ആയിരിക്കുന്നത്? oh Lord, why I am in this church. അവൻ ഞാൻ എന്തിനാണ് ഈ സഭയിൽ കടന്നു വന്ന് നമുക്ക് There is a ചിന്തിക്കാം. purpose and plan of God in your നീ life. ഇവിടെ ആയിരിക്കുന്നതിൽ ദൈവത്തിന് ഒരു How പ്രത്യേക many of you are believing ഉദ്ദേശമുണ്ട്. that? എത്ര പേർ അത് There is വിശ്വസിക്കുന്നു? a purpose and plan in your life. അവൻ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. You may ask to the Lord, Lord, why I am in this filthy water? ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കലങ്ങി മറിഞ്ഞ അനുഭവത്തിലായിരിക്കുന്നത്? Oh Lord, why I am in this type of family problem? ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ കുടുംബ പ്രശ്നങ്ങളിലൂടെ ഞാൻ എന്തിനാ കടന്നു പോകുന്നത്? You may have a kind of thought in your life. അവൻ ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ടാകാം. I want to leave from this land. ഇതിൽ നിന്ന് ഈ ദേശത്ത് നിന്ന് കടന്നു പോകുവാൻ ഒരുപക്ഷെ നിങ്ങളുടെ I ഹൃദയത്തിൽ want to leave from this family. എനിക്ക് ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുവാൻ Today God is assured that
there is a plan behind your problem. എന്നാൽ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരികയാണ്, ഈ കഷ്ടതയുടെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. God will open a wrap for you. ദൈവം നിങ്ങളുടെ കെട്ടുകളെ അഴിക്കുകയാണ്. This wrap is not colorful. ആമേൻ. ഒരു പക്ഷെങ്കിൽ ഈ ആമേൻ പൊതി അത്ര ഭംഗിയുള്ളതായിരിക്കില്ല. It might be sickness. ആമേൻ. ഇത് രോഗത്താൽ It might നിറയപ്പെട്ടതായിരിക്കാം. be loneliness. ഇത് ഒറ്റപ്പെടലാൽ It might be financial crisis. സാമ്പത്തികമായ ഞെരുക്കങ്ങളായിരിക്കാം. But one thing is sure. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, There is a gift, valuable gift inside of your wrap. എന്നാൽ ഇതിനകത്ത് ഒരു വിലപ്പെട്ട, ഒരു വിലമതിക്കാനാകാത്ത ഒരു സമ്മാനം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. The greatest valuable gift in your inner heart is Jesus Christ. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത അനുഗ്രഹം അത് യേശു ക്രിസ്തുവാണ്. God sent only his begotten son to us. ആമേൻ. സ്തോത്രം. താൻ അവൻ പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. Through him we have healing. ആ പുത്രനിലൂടെ നമുക്ക് സൗഖ്യം നൽകി തന്നു. Through him we have healing. ആ പുത്രനിലൂടെ നമുക്ക് ദൈവം വിടുതൽ തന്നു. Today if you believe in the Lord, ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, brother and sister, today you are so cautious to hide your sickness in front of the pastor and church. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ കടന്നു പോകുന്ന കഷ്ടത, ഈ രോഗം ദൈവസഭയും ദൈവദാസന്മാരെയും മൂടി വെക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. Today God told me that എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, some sisters are hiding, some brothers are hiding their sickness in their life. ചില സഹോദരിമാര്, ചില സഹോദരന്മാര് അവരുടെ ജീവിതത്തിലെ രോഗങ്ങള്, കഷ്ടതകൾ അവർ മൂടി വെക്കുകയാണ്. You don't want to share this sickness with others. അത് ആരോടും പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. You don't want to share these problems with others. അതോ ആരും അറിയരുതെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. But the great gift of God is here. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഏറ്റവും വലിയ സമ്മാനം Jesus Christ is here. യേശു കർത്താവ് ഇന്ന് നമ്മുടെ How മധ്യത്തിലുണ്ട്. many of you believe that? എത്ര പേര് വിശ്വസിക്കുന്നു? Jesus Christ is here. യേശു ഇവിടെ ഉണ്ടെന്ന് എത്ര പേര് He is വിശ്വസിക്കുന്നു? going to unwrap the gift for you. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നന്മ അഴിക്കുകയാണ്. Now you want to realize the living God. ഇന്ന് നാം യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുകയാണ്. God's only begotten son is here. ആമേൻ. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ നമ്മുടെ മധ്യത്തിലുണ്ട്. He is able to solve all your problems. ആ ഈ വിലമതിക്കാനാകാത്ത ഈ സമ്മാനം, ആമേൻ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മതിയായതാണ്. He lived and died for us. അവൻ നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു. He give pardon to us. ആമേൻ. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. Today, are you believe that? എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you can believe that? എത്ര പേര് വിശ്വസിക്കുന്നു? How many of you can experience the real presence of God nearer to you? എത്ര പേർക്ക് ഈ ആരാധന മധ്യത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? Glory to God. Hallelujah. Hallelujah. Can you open your mouth and say amen to the Lord? നിങ്ങളുടെ ആദരങ്ങളെ തുറന്ന് കർത്താവിന് മഹത്വം കരേറ്റു. All of you, please open your mouth. ആരും മൗനമായിരിക്കുന്നത് അല്പസമയം നമ്മുടെ ആദരങ്ങളെ This is തുറന്ന് the time for കർത്താവിന് your മഹത്വം deliverance. കരേറ്റു. ഇത് നമ്മുടെ വിടുതലിന്റെ This is the സമയമാണ്. time for your healing. ഇത് നമ്മുടെ സൗഖ്യത്തിന്റെ You സമയമാണ്. may have a loneliness in your life. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ നിങ്ങൾ Your അനുഭവിക്കുന്നുണ്ടായിരിക്കാം. God is with you, brother and sister. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവമക്കളെ. Oh child, you never leave this place. ഈ ദേശം വിട്ട് നിങ്ങളെങ്ങും പോകണ്ട. Brother, God is going to touch you. ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പോകുകയാണ്. You may think that how can I prolong on this job? അവൻ ഈ ജോലിയിൽ എങ്ങനെ തുടരുമെന്ന് ഒരുപക്ഷെ I ചിന്തിക്കുന്നുണ്ടായിരിക്കാം. can't do anything in this job. എനിക്ക് ഈ ജോലി കൊണ്ടൊന്നും നേടാൻ കഴിയത്തില്ലെന്ന് I can't ചിന്തിക്കുന്നുണ്ടായിരിക്കാം. stand in the working place. എനിക്ക് ഇവിടെ തുടരാൻ കഴിയത്തില്ലെന്ന് But ചിന്തിക്കുന്നുണ്ടായിരിക്കാം. today God said to you is that don't leave this place. The presence of God is with you. എന്നാൽ ദൈവം ഇന്ന് പകൽ പറയുകയാണ്, ഈ ദേശം വിട്ട് നിങ്ങളൊന്നും പോകണ്ട. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. In your family you may have certain problems. നിങ്ങളുടെ കുടുംബത്തിൽ പലവിധമാകുന്ന പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. But don't leave your family. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. Don't leave your family. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ മാറ്റി നിർത്തരുത്. Don't leave your church. നിങ്ങളുടെ ദൈവസഭയെ നിങ്ങൾ This ഉപേക്ഷിക്കരുത്. is the promise of God. ഇത് ദൈവം തരുന്ന ഉറപ്പാണ്. In every pain, അവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ in കഷ്ടതകളിലും, every pain, എല്ലാ there is വേദനകളിലും a hidden plan of God. ദൈവത്തിനൊരു രഹസ്യമായ There is a hidden plan പദ്ധതിയുണ്ട്. of God. ദൈവത്തിനൊരു പ്രത്യേക How many of you പദ്ധതിയുണ്ട്. are believing that? എത്ര പേര് അത് വിശ്വസിക്കുന്നു? എത്ര പേരെന്ന് വിശ്വസിക്കുന്നവരുണ്ട്? Glory to God. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവർക്ക് കരങ്ങൾ ഉയർത്തി ആമേൻ പറയാം. Thank you, Jesus. യേശു ഇന്ന് നിന്നെ തൊടാൻ Amen. പോകുകയാണ്. Hallelujah.
യേശു നിന്നെ തൊടാൻ പോകുകയാണ്. Hallelujah. യേശുവിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. Glory to God. നിങ്ങൾ കണ്ണുകളെ അടച്ച് പാട്ടിൽ ചേർന്ന് പാടിയാണ്. Praise to Jesus. Glory to the Lord. താൻ വാഴയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം താൻ വാഴയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം ആദിവേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിന്നിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താവൻ ചെയ്യുകയില്ലല്ലോ ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിന്നിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താൻ ചെയ്യുകയില്ലല്ലോ because he lives I can face tomorrow because he lives all fear is gone because I know he holds the future and life is worth living just because he lives because he lives I can face tomorrow because he ഞാൻ ഒറ്റപ്പെട്ടു. എനിക്കൊരു രോഗമുണ്ട്, എനിക്കൊരു ഭാരമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മുൻപിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. Oh Lord, hallelujah. ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന് നടുവിൽ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ചോദിക്കുന്ന, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ആ ചോദ്യങ്ങളുടെ പിന്നിൽ ഇന്ന് പകൽക്കാലം ദൈവം വെളിപ്പെടുത്തുന്ന ദൈവശക്തിക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചിലത് തുറക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കരങ്ങൾ വിടുതലുള്ള കരങ്ങളായി മാറട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. നിത്യവും ചാരിടും ഞാൻ എത്ര ബോധമാനല്ല ഞാൻ അശരണനല്ല ഞാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു ഹീലിംഗിന്റെ സമയമാണ്. God is going to unwrap certain things for you in your sickness. God is going to touch you. God is going to heal you in your family problem, in your sickness, in your loneliness. The mighty God is with you. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth
ദൈവം ഇന്ന് പകലിൽ പറഞ്ഞ ദൂത് ഞാൻ കൈമാറ്റം ചെയ്യുന്നു. നാളുകളായി ചില രോഗങ്ങൾ, ആരോടും പറയാതെ ചില രോഗങ്ങൾ, ചില പ്രത്യേക വിഷയങ്ങൾ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന ചിലർ ഇന്നിവിടെ ഉണ്ടെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ആ വിഷയങ്ങൾ, ചില പ്രത്യേക വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ട് പറയുന്നു, ചില തലമുറകളുടെ വിഷയത്തിന് വേണ്ടി ഭാരത്തോടിരിക്കുന്ന ചിലരിവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ചിലത് തുറക്കാൻ ഇന്ന് പകലിൽ തയ്യാറാ. ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, ചില വഴികൾ ഞാൻ തുറക്കാൻ തയ്യാറാ. ഇടവും വലവും നോക്കാതെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ നിന്റെ കുടുംബബന്ധം തകരാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭാവി തകരാൻ, നിന്റെ തലമുറകൾ തകർന്നു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ കരങ്ങൾ നീ സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ വാഴുന്ന ദൈവമാണ്. അവൻ വാഴുന്ന ദൈവമാണ്. അവൻ വാഴുന്ന ദൈവമാണ്. അവൻ വാഴുന്ന ദൈവമാണ്. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.